എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറുകിയ ചാറോടുകൂടി കടലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് പലപ്പോഴും കടലക്കറി ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ. ഇത് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കഷ്ണം കട്ടക്കായും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കായ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ, അതുകൊണ്ടൊന്ന് കായ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കടലയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടല നല്ലതായിട്ട് വെന്ത് കിട്ടണമല്ലോ, അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് കടല നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ നല്ലതായിട്ട് വറുത്തെടുക്കാം. തീ മീഡിയത്തിലിട്ട് ഇതിനെ വറുത്തെടുക്കുക. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി തീയിൻ്റെ ആ ഒരു കളറായി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവായി വന്നാൽ മതി. തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തുമ്പോൾ മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഒരു 10-20 കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6-7 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതുണ്ടല്ലോ, ഇതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരണം. ഇതിവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നവരെ ഇതിനെ ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ കടലക്കറിക്ക് തക്കാളി ചേർക്കാറില്ല. ഇതിൽ തക്കാളി ഇട്ട് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒരു തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് മെൽറ്റായി വരണം. അതിനുവേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം. കടല ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഉണ്ടല്ലേ, കടല നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കടല എടുത്ത് മാറ്റിയിരുന്നു. ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ. തക്കാളി ഇവിടെ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അങ്ങ് ഇട്ട് കൊടുക്കാം. കടലയ്ക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമോട് ചേർത്തിട്ട് തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കടലയ്ക്കകത്ത് ഒട്ടും വെള്ളമില്ലായിരുന്നു, വെള്ളമെല്ലാം വറ്റിയിരുന്നു. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും വെള്ളം മതി. ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പരുവത്തിൽ തേങ്ങ ഒന്ന് ആദ്യം അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കടലയുണ്ടല്ലോ, ആ കടല ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരിക. ഒത്തിരി പേസ്റ്റ് പോലെ അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതിയേ. തേങ്ങയും കടലയൊക്കെ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടല നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കടലയും ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സി കഴുകിയെടുത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടലക്കറിക്ക് എത്രയും ചാറ് വേണം അതനുസരിച്ചുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുത്തിരുന്നു. ഈ ഒരു ഗ്രേവിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസും അല്ല, എന്നാൽ ഒത്തിരി അങ്ങ് കുറുകിയതുമല്ല. ഈ ഒരു പരുവത്തിലാണ്. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. കടലിലോട്ട് ഈ മസാലയൊക്കെ പിടിക്കണമല്ലോ, അതുകൊണ്ട് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. കടല അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് ചാറൊക്കെ കുറുകി നല്ല രീതിയിൽ കടലയിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറിക്ക്. ഈ കടലക്കറി നമ്മൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക കേട്ടോ. തണുത്ത് കഴിയുമ്പം ഇത് കുറച്ചും കൂടെ അങ്ങ് കുറുകി വരും കേട്ടോ. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നു എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ കേട്ടോ. കടലക്കറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി നല്ല കൊഴുത്ത ചാറോടുകൂടി കടലക്കറി വന്നിട്ടുണ്ട്. അപ്പം, ദോശ, ഇടിയപ്പം, അതിൽ എല്ലാത്തിനും കൂടെ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.